ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിനകത്ത് എങ്ങനെ മെഷ് ടൂള് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെഷ് ടൂള് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്കൊരു ഷേപ്പ് നമുക്കിവിടെ വരയ്ക്കാം. ജസ്റ്റ് ഒരു റെക്ടാംഗിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു ഫിൽ കളർ ഉണ്ടാവും, അതിനൊരു സ്ട്രോക്ക് കളർ ഉണ്ടാവും. ജസ്റ്റ് ഫിൽ കളർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് ആണ് കിടക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരു മെഷ് കളർ അല്ലെങ്കിൽ മെഷ് ടൂൾ യൂസ് ചെയ്ത് ഇതിന്റെ എങ്ങനെയാണ് മെഷ് ടൂൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ യൂസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ ടൂൾ ബോക്സിനകത്ത് ഇവിടെ മെഷ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഷേപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു വെർട്ടിക്കലും ഒരു ഹൊറിസോണ്ടലും ആയിട്ടുള്ള ഒരു ലൈൻ നമുക്ക് അവിടെ കിട്ടും. അതിനകത്ത് കുറെ പോയിന്റ്സുകൾ ഉണ്ടാകും. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കുറെ പോയിന്റ്സുകൾ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും. ഓരോ പോയിന്റിലും വരുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു ഷേപ്പിന് കളർ കൊടുത്തത് ഫുൾ ആയിട്ടാണ്. അതിൽ ആ ഒരു കോഫി കളർ വന്നത് ഫുൾ ആയിട്ടാണ്. ഇനി ഓരോ പോയിന്റ് ബേസിൽ നമുക്ക് കളറുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ മെഷ് ടൂൾ വെച്ചിട്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ സെന്ററിലെ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പം ഇവിടുന്ന് ആ ഒരു ഫുൾ കളർ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ കളർ ആ പോയിന്റിൽ വെച്ചിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റിലേക്കാണ് ആ കളർ വന്നിരിക്കുന്നത്, അത് അവിടെ നിന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സ്പേസ് എന്ന് കൊടുക്കാം. കൺട്രോൾ Z ആണ്, അൺഡു ഓപ്ഷൻ ആണ്, ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് അടുത്തൊരു ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും. ഇതുപോലെ എത്ര ലൈൻസ് വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു പോയിന്റ് ഇപ്പൊ ഇതിനകത്ത് കുറെ പോയിന്റുകൾ വന്നു. ഓക്കെ, ആദ്യം നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു സെന്ററിൽ ഒരു പോയിന്റ് ഉള്ളായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ പോയിന്റ്സുകൾ നമുക്ക് ഓരോ ലൈനിലും കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഈ ഒരു സെലക്ഷൻ ചെയ്തതിനു ശേഷം നമ്മളിവിടെ ഒരു ഇപ്പൊ ചെയ്ത പോലെ തന്നെ വേറൊരു കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേറൊരു കളർ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പോയിന്റിന് പകരം നമുക്കിവിടെ ലാസർ ടൂൾ ഉണ്ട്. ലാസർ ടൂളിനെ കുറിച്ചൊക്കെ പഴയ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ ക്ലാസ്സുകൾ കേൾക്കാത്ത ആൾക്കാർ, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ഒരു ടൂൾ എടുക്കുന്നു. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പാർട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും ഭാഗം ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സെലക്ട് ചെയ്യാം. അപ്പൊ അത്രയും പോയിന്റ് ഒരുമിച്ച് സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് അവിടെ ഏത് കളറാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു കളറിലേക്ക് നമുക്ക് അതിനെ കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഏതൊരു ഷേപ്പിൽ വേണമെന്നെങ്കിലും നമുക്ക് ഇതുപോലെ മെഷ് ടൂൾ വെച്ചിട്ട് കളർ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു മാമ്പഴം ഇവിടെ ഒരു എടുത്തിട്ടുണ്ട്, ഒരു റെഫറൻസ് ഇമേജ് പോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് മെഷ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു മെഷ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിൽ എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ലെയറിനെ ഒന്ന് നമുക്ക് ആവശ്യമായ സൈസിൽ മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യാം. ഈ ലോക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലോക്ക് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ലെയറിലാണ്. അതിന് ക്രിയേറ്റ് ന്യൂ ലെയർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ലെയറിലേക്ക് പെൻ ടൂൾ എടുത്തിട്ട് ഇതിന്റെ ഒരു ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ്. അതിന് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിൽ ടൂളും സ്ട്രോക്ക് ടൂളും നമ്മൾ നണ്ണാക്കി ഇടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരു ഷേപ്പ് ഞാൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഓക്കെ, ആ ഒരു ഷേപ്പിൽ നമുക്കിവിടെ ഞാൻ വരച്ചു. അതിനുശേഷം ഇതിലേക്കൊരു കോമൺ കളർ അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഒരു ഇതിനകത്തൊരു കോമൺ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു യെല്ലോ കളർ കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിന് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഐ ഡ്രോപ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
കോമൺ കളർ തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു ലെയറിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടിതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ ഈ ഒരു ലെവലിൽ നമുക്ക് മെഷ് ചെയ്തെടുക്കണം. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു നമുക്കൊരു ഫുൾ കളറോ ഗ്രേഡിയന്റ് കളറോ നമുക്ക് ചെയ്യാം. ഇതുപോലെ മെഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ പല ഭാഗത്ത് പല കളറുകളാണ്. ഈ കളർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെഷ് ടൂള് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കുറെ മെഷ് ഐറ്റംസ് കുറെ ലൈൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മെഷ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സെലക്ഷൻ ടൂൾ ഉണ്ട്, സബ് സെലക്ഷൻ, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉണ്ട്. ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഓരോ പോയിന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്യാം. ഇനി ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ 4 പോയിന്റ് നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളർ ജസ്റ്റ് ഈ ഐ ഡ്രോപ്പ് എടുത്തിട്ട് ഇതിന് ഏതൊരു കളർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കളർ നമുക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലാസർ ടൂൾ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഇതുപോലെ സെലക്ഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ഡ്രോപ്പ് എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഇതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, നമുക്കിപ്പം ഈ ഒരു വൈറ്റ് പോർഷൻ ആണ് നമുക്കിപ്പം നോക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ഇമാജിൻ ചെയ്ത് ജസ്റ്റ് ഒരു പോയിന്റ് കൊടുക്കുക. അപ്പൊ അത്രയും ഭാഗം നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടി. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ആ ഒരു ഭാഗം അവിടെ കിട്ടുക. ഇനി ജസ്റ്റ് അടുത്ത ഒരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ടൂൾ വെച്ചിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ഗ്രീൻ എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കിട്ടും. ഓക്കെ, അതിനുശേഷം കുറച്ചുകൂടെ ഇതായിട്ടുള്ള ഒരു പോർഷൻ ആണ് താഴെയുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ആ ഒരു ഫ്രീ ഹാൻഡ് ടൂൾ വെച്ചിട്ട് ഓക്കെ ആ ഒരു കളർ പോർഷൻ നമുക്ക് അവിടെ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അതുപോലെ തന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത്തരം ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒരു കളർ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ഏരിയ കൂടെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ആ കളറിനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോ ഇതുപോലെ ആ ഒരു ഷേപ്പിനെ മാസ്ക് ചെയ്ത് ഓരോരോ ഷേപ്പ് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് ഒരു മെഷ് ചെയ്ത് എടുക്കാൻ സാധിക്കും. വീണ്ടും എനിക്ക് ഇതിനകത്ത് മെഷ് ടൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് മെഷ് ചെയ്ത് എടുക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഈ ഓരോ പോയിന്റിനെ വേണമെങ്കിൽ ഇങ്ങനെ കളയാനും സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്ത് കളയാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു മെഷ് ചെയ്ത് ഒരു ഷേപ്പ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും ഒരു മെഷ്. ഇനിയിപ്പോ ഇതുപോലെ തന്നെ ഇതിപ്പോ ഒറിജിനൽ ഒരു മാംഗോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കളർ കറക്റ്റ് നമുക്ക് കൊണ്ട് ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കും. ഇതിനകത്തൊരു ഓക്കെ, നമുക്കിതുപോലെ ഒരു മാംഗോ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെയുള്ള സൈസുകളൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ആ ഒരു നമുക്കിതുപോലെ ഒരു മെഷ് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു മെഷ് ടൂൾ വെച്ചിട്ട് ഇതുപോലെ പല ഷേപ്പുകളും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ വളരെ പ്രയോജനപ്രദമായ ഒരു ടൂളാണ് ശരിക്കും മെഷ് ടൂൾ. ഇപ്പൊ നമ്മുടെ ഫേസിന്റെ ഒക്കെ കളർ മൾട്ടി കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഷെയ്ഡിങ് ഒക്കെ ഉണ്ടാവും. ആ കളർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷ് കളർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഒറിജിനൽ ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.